നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്കായി ഒരു പനിനീർ പുഷ്പത്തെ വരയ്ക്കുകയാണ്. നമ്മൾ പറയും ഭൂമിയിലെ മാലാഖമാരാണ് പുഷ്പങ്ങളെന്ന്. ഞാൻ ഒരിക്കലൊരു സുഹൃത്തിനോട് ചോദിച്ചു, ഈ പൂക്കളുടെ ഇതളുകൾക്ക് എന്താണ് ഇത്ര ഭംഗിയെന്ന്. അദ്ദേഹം പറഞ്ഞു, അത് പൂമ്പാറ്റകളെ പ്രണയിക്കുന്നത് കൊണ്ടാവാം, ആ വർണ്ണ പതംഗങ്ങളെ അത് കാമിക്കുന്നത് കൊണ്ടാവാം. സത്യമാണ്, നമ്മുടെ ജീവിതത്തിൽ മധുരം നിറയുന്നത് നമ്മളിൽ പ്രണയം ഉണരുമ്പോഴാണ്. പ്രണയമില്ലാതെ ജീവിക്കുന്നത് എത്രയോ വിരസമാണ്. പ്രപഞ്ചത്തിലെ സകലത്തിനോടും നമുക്ക് പ്രണയമുണ്ടാകണം, പ്രണയഭാവത്തിൽ ജീവിക്കാനാവണം. പ്രണയമാണ് കേവല മാനവ ജീവിതത്തിനെ ഒരു മാധവ ജന്മമാക്കി മാറ്റുന്നത്. നമുക്ക് പ്രണയമുണ്ടെങ്കിൽ ഒന്നിനോടും കലഹിക്കാനാവില്ല, ഒന്നിനോടും നമുക്ക് കലഹിക്കാൻ തോന്നില്ല. കാരണം നമുക്ക് ഏതിനോടാണ് പിന്നെ പരിഭവമുള്ളത്? പ്രണയ പരാഗങ്ങൾ ഉതിരുന്ന മനസ്സുമായി ജീവിച്ചാൽ നമ്മുടെ ജീവിതം എത്രയോ മനോഹരമാവും. നമുക്ക് ഈ ഭൂമിയിൽ അനുവദിക്കപ്പെട്ട ജീവിതത്തിൽ എങ്ങനെയും നമുക്ക് ജീവിച്ചു തീർക്കാം. പക്ഷെ അത് പ്രണയപൂർവ്വമാണെങ്കിലോ? എൻ്റെ വാക്കുകൾ എപ്പോഴും പ്രണയത്തിനെ കുറിച്ചാണ്, എൻ്റെ ചിന്തകളും പ്രണയത്തിലാണ്. കാരണം ഞാൻ ഈ പ്രപഞ്ചത്തിൽ സകലത്തിനെയും പ്രണയഭാവത്തിലാണ് കാണുന്നത്. പ്രണയത്തിന് ഒന്നിനെയും മുറിവേൽപ്പിക്കാനാവില്ല. കാരണം അതൊരു സുഗന്ധലേപം പോലെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കും. പ്രണയം സ്നിഗ്ധ സുഗന്ധിയായി നമ്മളിൽ വിരിയുന്നു. നമുക്ക് ആ നറുമണമേറ്റ് വീണ്ടും വീണ്ടും തളിർക്കുവാൻ തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വിരസമായ ജീവിതത്തിനെ ഇങ്ങനെ വളരെ മനോഹരമാക്കി മാറ്റുന്നത്. അങ്ങനെ നമുക്ക് ചുറ്റും പറക്കുന്ന പൂമ്പാറ്റകളെ പ്രണയിച്ച്, നമുക്ക് ചുറ്റും വിരിയുന്ന പൂക്കളെ പ്രണയിച്ച്, നമുക്ക് ചുറ്റും ദലമർമ്മരങ്ങൾ ഉതിർക്കുന്ന മന്ദമാരുതനെ പ്രണയിച്ച് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നിലനിൽക്കാനാവുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത്. നോക്കൂ, ഞാൻ ഈ ഇതളുകളെ വരയ്ക്കുമ്പോൾ ഇതളുകളിൽ നിന്നുള്ള സുഗന്ധം എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു പനിനീർ പൂവിൻ്റെ നുനുത്ത സുഗന്ധത്തെ ഞാൻ അറിയുന്നുണ്ട്. ആ സുഗന്ധത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ വരയ്ക്കാനാവുന്നത്. ആ സുഗന്ധത്തെ അറിയുന്നത് കൊണ്ടാണ് എനിക്ക് പൂവിനോടും പ്രപഞ്ചത്തിലെ സകലത്തിനോടും പ്രണയമുണ്ടെന്ന് പറയാനാവുന്നത്. നമ്മുടെ ഈ ചെറിയ ജീവിതത്തിനെ ധന്യമാക്കാൻ നമുക്ക് മാത്രമേ ആവൂ. പലരും പറയാറുണ്ട്, ഞാനങ്ങ് ഒറ്റപ്പെട്ടു പോയി, എന്നെ ആർക്കും വേണ്ട, ഏകാന്തതയുടെ തടവറയിൽ ഇരുന്ന് ഉരുകുകയാണ് ഞാൻ, കണ്ണീർ വാർക്കുകയാണ്. നമ്മൾ അറിയേണ്ടത് നമ്മളെന്നും ഒറ്റയ്ക്ക് തന്നെയാണ്. പക്ഷേ ഏകാന്തത എന്നൊന്നില്ല. നമുക്ക് ചുറ്റും പാടുന്ന പക്ഷികളില്ലേ, പറക്കുന്ന വർണ്ണച്ചിറകുള്ള ചിത്രശലഭങ്ങളില്ലേ, തേൻമൊഴി കാതിൽ തൂവുന്ന കുയിൽനാദമില്ലേ. എത്ര മനോഹരമാണ് ഈ പ്രപഞ്ചം. പക്ഷെ എന്നിട്ട് നമ്മൾ കേവലം ചില മുഖങ്ങളിലും ചുണ്ടുകളിലും മനസ്സിലും ഒക്കെയാണ് നമ്മുടെ ഇഷ്ടത്തെ തേടുന്നത്, ആശ്രയത്തെ തേടുന്നത്. മറ്റൊന്നിനെ ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്ക് സ്ഥിരമായി അവരിൽ നിന്ന് നമുക്ക് അനുകൂലമായൊരു മറുപടിയോ സമീപനമോ സ്നേഹമോ കരുതലോ കിട്ടണമെന്നില്ല. നമുക്ക് നമ്മെ ചേർത്ത് പിടിക്കാനാവണം. നമുക്കങ്ങോട്ട് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ, ഒരു നല്ല വാക്കുപോലും പ്രതീക്ഷിക്കാതെ, നമുക്ക് ഉപാധികളില്ലാതെ നമുക്ക് പ്രണയിക്കാനാവണം. ഈ പ്രകൃതി നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് കരുതിയിട്ടാണോ ഇങ്ങോട്ട് തരുന്നത്? അല്ല, നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം കൊണ്ടാണ്. നിഷ്കളങ്കമായ സ്നേഹത്തിൽ ഉപാധികൾ ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും സ്വന്തമാക്കണമെന്ന് കരുതിയാണ് പ്രണയിക്കുന്നത്. സ്വന്തമാണെന്ന് കരുതിയാലോ? ഈ പ്രപഞ്ചം നമ്മുടെ സ്വന്തമാണ്. സ്വന്തമായതിനെ വീണ്ടും നമുക്ക് സ്വന്തമാക്കാനാവില്ല. കാരണം അതങ്ങനെയാണ്. പറഞ്ഞ് ഞാൻ ഓരോ ഇതിലും വരച്ചുണരുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു താളമായി ഓരോ ഇതിലും ഇങ്ങനെ വിരിയുകയാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത്, വിരൽ കൊണ്ടാവരുത് രചന, ഹൃദയം കൊണ്ടാവണം. ചുണ്ടിണകൾ ചേർത്ത് പറയുന്നതാവരുത് വാക്കുകൾ, ഹൃദയം കൊണ്ട് മൊഴിയണം. എങ്കിലത് ഹൃദയത്തിലെത്തൂ. ഹൃദയത്തിലൊരു ഭാഷയുണ്ടല്ലേ, ഒരു മിടിപ്പിൻ്റെ ഭാഷ, ഒരു സ്പന്ദനത്തിൻ്റെ ഭാഷ. ആ ഭാഷയാണ് നമുക്ക് വേണ്ടത്. ആ ഭാഷയിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഈ മനോഹര തീരത്ത് ഇനിയും ജന്മം തേടുവാൻ കൊതി തോന്നുന്നത്.
നമ്മളെ നോവിച്ച് കടന്നു പോകുന്ന പലതും ഉണ്ടാവാം. നോവ് സ്ഥിരമായി നിൽക്കാതിരിക്കട്ടെ. ഏതു നോവിനെയും ഒരു പ്രണയ പുതപ്പ് കൊണ്ട് നമുക്ക് താലോലിച്ചുറക്കാനാവണം. ഒരു നല്ല പ്രണയത്തിൻ്റെ പദനിസ്വനം കേട്ട് ഉണരാനുമാവണം. ഉണർന്നാലോ സത്കർമ്മങ്ങൾ ചെയ്ത് ചേർത്ത് പിടിച്ച് അലിഞ്ഞ് അലിയിച്ച് അറിഞ്ഞ് ജീവിക്കാനാവണം. ഇങ്ങനെ ഈ ഹൃദ്യമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകാനാകുമ്പോഴാണ് ജീവിതം ധന്യമാണെന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിലോ പരിഭവങ്ങൾ മാത്രമാവും ബാക്കിയാകുന്നത്. ഇനിയും എത്ര കാലം നമ്മളിവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ ഉണ്ട്. ഈ നിമിഷങ്ങളിൽ ഞാനുണ്ട്. ഈ നിമിഷങ്ങളിൽ ഞാൻ എങ്ങനെയാവണം? നോക്കൂ, ഒരു പൂവ് വിരിയുന്നത് പോലെ. അതിൻ്റെ കവിളിൽ സുഗന്ധം തേച്ചത് ആരാണ്? അതിൽ പ്രണയത്തിൻ്റെ പൂന്തേൻ നിറച്ചതാരാണ്? അതിനെ തേടിയെത്തുന്നത് ആരാണ്? നമുക്ക് നമ്മുടെ വാക്കിലും നോക്കിലും കർമ്മത്തിലുമൊക്കെ മധുരവും സുഗന്ധവുമൊക്കെ നിറച്ച് പരോപകാരത്തിൻ്റെ പ്രണവമന്ത്രം ചൊല്ലുന്ന ഈ പ്രപഞ്ചത്തിൽ പ്രണയപൂർവ്വം നിലനിൽക്കാനാവണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാകുമെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കായി ഞാനൊരു ചെറിയ ചിത്രം ഇവിടെ രചിച്ചു. ഒരു പനിനീർ പൂവ്. ഈ പൂവ് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ, നിങ്ങളുടെ ഹൃദയത്തിന് മുമ്പിൽ ഇതൾ വിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ആസ്വദിക്കാം, പഠിക്കാം, നമ്മളോടൊപ്പം കൂടാം. നമുക്കൊന്നിച്ചൊരു സംഗീതമായി, ഒരേ ജന്മമായി, ഒരൊഴുക്കിലിങ്ങനെ അലിഞ്ഞ് പോകാനാവണം. എൻ്റെ ഈ ചിത്രകലാ ക്ലാസ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുവെന്ന് പലരും എന്നോട് പറയാറുണ്ട്. സന്തോഷമാണ്. കാരണം ഞാൻ തൊട്ടത് ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഹൃദയം കൊണ്ട് അതിനെ എടുക്കുന്നതും. അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഹൃദയത്താൽ ചാലിച്ച ഒരു സിന്ദൂരം ഞാൻ ആ കവിളിൽ അണിയിക്കുന്നു, ആ തിരുനെറ്റിയിലായിരുന്നു. നമുക്ക് ഹൃദയപൂർവ്വം നിലനിൽക്കാം, ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംവദിക്കാം, ഒരേ ഹൃദയമായി മിടിക്കാം. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ ഈ ചിത്രം ചേർത്ത് വയ്ക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇനിയും നിങ്ങൾ വരയ്ക്കുക, വരയുടെ താളത്തിൽ അലിയുക. നിങ്ങളുടെ ഹൃദയവ്യഥകളെ അലിയിച്ചു കളയാൻ നിങ്ങളുടെ ചിത്രങ്ങൾക്കും വിരലുകൾക്കും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചിത്രവുമായി ഞാൻ വരാം. ആ ചിത്രവും നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ചാലിച്ചെഴുതുന്നതാണ്. അതിനായി കാത്തിരിക്കാം. എല്ലാവർക്കും നല്ല ദിനമാവട്ടെ, നല്ല ദിനങ്ങളാവട്ടെ, ഓർമ്മകളിൽ മധുരം നിറയുന്ന അനുഭൂതിദായകമായ ദിനങ്ങളാവട്ടെ ജീവിതമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം സുധീർ കൃഷ്ണനാണ്. അടുത്ത ചിത്രവുമായി നമുക്ക് ഉടനെ കാണാം. ഒരുപാട് ഇഷ്ടം.